കേരള PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്നതാണ് സാധനങ്ങളും ആസിഡുകളും. നമുക്കറിയാം ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളിലും അല്ലാത്ത സാധനങ്ങളിലുമായിട്ട് ഒരുപാട് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ PSC പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നുമുണ്ട്. ചോദിക്കുന്നതിനൊക്കെ കുറേയൊക്കെ ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, കുറേയൊക്കെ സ്ഥിരമായിട്ട് തെറ്റിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം ഒരുപാട് ആസിഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ വസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാലിൽ ഇപ്പോൾ ലാക്റ്റിക് ആസിഡാണ്. നമുക്കറിയാം പാലിൽ എന്താ ആസിഡാണ്, ലാക്റ്റിക് ആസിഡാണ്. അതുപോലെ തന്നെ എന്താണ് മോരിൽ എന്താണ് ആസിഡ് എന്നറിയാമോ, പാലിൽ ലാക്റ്റിക് ആസിഡ് അല്ലേ, അതുകൊണ്ട് തന്നെ എന്താണ് മോരിലും ലാക്റ്റിക് ആസിഡാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പുളിയിൽ എന്താ ആസിഡാണ്, ടാർട്ടാറിക് ആസിഡാണ്. എന്താണ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ പാലിൽ എന്താ ആസിഡാണ്, ലാക്റ്റിക് ആസിഡാണ്. മോരിൽ ലാക്റ്റിക് ആസിഡാണ്. പിന്നെന്താണ്, പുളിയിലും ലാക്റ്റിക് ആസിഡാണ്. പിന്നെ ഉള്ളതാണ് വിനാഗിരി കേട്ടോ. വിനാഗിരിയിൽ എന്താ ആസിഡാണെന്ന് അറിയാമോ, വിനാഗിരിയിൽ വരുന്നത് അസെറ്റിക് ആസിഡാണ്. എന്താണ്, അസെറ്റിക് ആസിഡാണ് വിനാഗിരിയിൽ. സെറ്റ് അല്ലേ. അപ്പോൾ പാലിൽ ലാക്റ്റിക് ആസിഡ്, മോരിൽ ലാക്റ്റിക് ആസിഡ്, അതുപോലെ തന്നെ പുളിയിൽ എന്താ ആസിഡാണ്, ടാർട്ടാറിക് ആസിഡാണ്. പിന്നെ വരുന്ന വിനാഗിരിയിൽ അസെറ്റിക് ആസിഡാണ്. വേറെ സംശയങ്ങളൊന്നുമില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. വിനാഗിരിയിൽ അസെറ്റിക് ആസിഡാണ്. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റിൽ എന്താ ആസിഡാണെന്ന് അറിയാമോ, ചോക്ലേറ്റിലാണ് ഓക്സാലിക് ആസിഡ്. എന്താണ്, ഓക്സാലിക് ആസിഡ് വരുന്ന ഏതിലാണ്, ചോക്ലേറ്റിലാണ് കേട്ടോ. ചോക്ലേറ്റിൽ എന്താ ആസിഡാണ്, ഓക്സാലിക് ആസിഡ് ചോക്ലേറ്റ്. പിന്നെ വരുന്ന ചുവന്നുള്ളിയിലും ചോക്ലേറ്റിലും ഓക്സാലിക് ആസിഡാണ്. എന്താണ്, ചുവന്നുള്ളിയിലും ചോക്ലേറ്റിലും, രണ്ടും ചാവച്ചാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ചുവന്നുള്ളിയിലും ചോക്ലേറ്റിലും എന്താ ആസിഡാണ്, ചുവന്നുള്ളിയിലും ചോക്ലേറ്റിലും ഓക്സാലിക് ആസിഡാണ്. പിന്നെ നോക്കേണ്ടത് ആപ്പിളാണ്. ആപ്പിളിൽ നമുക്കറിയാം എന്താ ആസിഡാണ്, മാലിക് ആസിഡാണ്. ആപ്പിളിൽ എന്താ ആസിഡാണ്, മാലിക് ആസിഡ്. അപ്പോൾ ഒന്നും കൂടി പറയാം, പാലിലും മോരിലും ലാക്റ്റിക് ആസിഡ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ് വരുന്നുണ്ട്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, പിന്നെ ചോക്ലേറ്റിലും ചുവന്നുള്ളിയിലും ഓക്സാലിക് ആസിഡാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് നമ്മുടെ ആപ്പിളിൻ്റെ കാര്യമാണ് അല്ലേ. ആപ്പിളിൽ എന്താ ആസിഡാണ്, മാലിക് ആസിഡാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓറഞ്ച്, ചെറുനാരങ്ങ, കൂടാതെ ഈ ഒരു പുളിയുള്ള ഈ സംഭവങ്ങളിലൊക്കെ വരുന്ന എന്താണ്, സിട്രിക് ആസിഡാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് അതുപോലെ തന്നെ എന്താണ്, ചെറുനാരങ്ങ, നാരങ്ങ, ഇതിലൊക്കെ വരുന്ന എന്താണ്, സിട്രിക് ആസിഡാണ്. പിന്നെ നമുക്ക് സോഡാജലത്തിൽ എന്താണ് വരുന്നതെന്ന് അറിയാമോ, കാർബോണിക് ആസിഡാണ്. സോഡാ വാട്ടറിലെ കാർബോണിക് ആസിഡ്. പിന്നെ വരുന്ന ഉറുമ്പിൽ നമുക്കറിയാം ഫോർമിക് ആസിഡ് വരുന്ന എന്തിലാണ്, ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്യുന്ന എന്താണ്, ഫോർമിക് ആസിഡാണ് അല്ലേ. അറിയാന്നുള്ള കാര്യമാണ്. തേയിലയിൽ ടാനിക് ആസിഡ്, തേയില വെച്ചല്ലേ നമ്മൾ ടീ ഉണ്ടാക്കുന്നത്, ടീ ഫോർ ടാനിക് ആസിഡ്, അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ തേയിലയിൽ വരുന്ന എന്താ ആസിഡാണ്, ടാനിക് ആസിഡാണ് തേയിലയിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എണ്ണയിൽ എന്താ ആസിഡാണെന്ന് അറിയാമോ, എണ്ണയിൽ സ്റ്റൈറിക് ആസിഡാണ്. എന്താണ്, എണ്ണയിൽ സ്റ്റിയറിക് ആസിഡ് എന്ന് പറയുന്നത് സ്റ്റിയറിക് ആസിഡ്. അപ്പോൾ എണ്ണയിൽ സ്റ്റിയറിക് ആസിഡാണ് എണ്ണയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നും കൂടി ഞാൻ പറയുകയാണ്. പാലിൽ ലാക്റ്റിക് ആസിഡ്, മോരിൽ ലാക്റ്റിക് ആസിഡ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, ചോക്ലേറ്റിലും അതുപോലെ തന്നെ ചുവന്നുള്ളിയിലും വരുന്നത് ഓക്സാലിക് ആസിഡ്. നമ്മുടെ മാലിക് ആസിഡ് എന്തിലാണ്, ആപ്പിളിലാണ് അല്ലേ. ആപ്പിളിൽ മാലിക് ആസിഡ് വരുന്നുണ്ട്. ഓറഞ്ച്, ചുവന്നുള്ളിയിലൊക്കെ വരുന്ന എന്താണ്, സിട്രിക് ആസിഡാണ്. സോഡാജലത്തിൽ കാർബോണിക് ആസിഡ് വരുന്നുണ്ട്. കൂടാതെ ഉറുമ്പിനകത്ത് വരുന്ന എന്താണ്, ഫോർമിക് ആസിഡാണ്. പിന്നെ തേയിലയിൽ ടാനിക് ആസിഡ് വരുന്നുണ്ട്. എണ്ണയിൽ സ്റ്റിയറിക് ആസിഡ് വരുന്നത് എണ്ണയിലാണ്. ഓക്കെ, അപ്പോൾ തേയിലയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തേയിലയിൽ ടാനിക് ആസിഡാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ദഹനരസമാണ്. ദഹനരസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ദഹിക്കണ്ടേ, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ദഹനരസം. അപ്പോൾ നമ്മുടെ വയറ്റിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ദഹനരസം വരുന്ന എന്തിനാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ദഹനരസം. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് എന്ത്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ദഹനരസം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്, മാംസ്യത്തിൽ എന്താണെന്ന് അറിയാമോ, മാംസ്യം പ്രോട്ടീൻസിലെ അമിനോ ആസിഡാണ്. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തിൽ അമിനോ ആസിഡാണ്. പിന്നെ വരുന്നത് എന്താണ്, കൊഴുപ്പിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണ ഒരു കൊഴുപ്പാണ്. അതുകൊണ്ട് തന്നെ എണ്ണയ്ക്കകത്തുള്ളത് തന്നെയാണ് ഈ കൊഴുപ്പിനകത്ത് വരുന്നത് എന്താണ്, സ്റ്റിയറിക് ആസിഡാണ്. എണ്ണയ്ക്കും കൊഴുപ്പിനകത്തും വരുന്നത് സ്റ്റിയറിക് ആസിഡാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ തേങ്ങ അറിയാമോ, തേങ്ങ നമ്മൾ കൊപ്ര എന്നല്ലേ പറയുന്നത്, തേങ്ങ നമ്മൾ നാട്ടുഭാഷയിലൊക്കെ പറയുന്നത് കൊപ്ര എന്നാണല്ലോ. അപ്പോൾ ഈ തേങ്ങയ്ക്കകത്ത് വരുന്ന ആസിഡാണ് എന്ത്, കാപ്രിക് ആസിഡ്. കാപ്ര ഓക്കെ, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ തേങ്ങയിൽ വരുന്ന ആസിഡ് എന്താണ്, കാപ്രിക് ആസിഡ്. തേങ്ങയിൽ എന്താണ്,
കാപ്രിക് ആസിഡ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇതുവരെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. തേങ്ങയിൽ പറഞ്ഞ എന്താണ്? കാപ്രിക് ആസിഡ്. തേങ്ങയിൽ എന്താണ്? കാപ്രിക് ആസിഡ്. അടുത്ത് നമുക്ക് അരി. നമുക്കറിയാം, നമ്മൾ ചോറ് തിന്നുന്നവരല്ലേ? ചോറ് തിന്നുന്ന മലയാളികളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അരിക്കകത്ത് വരുന്ന ആസിഡ് എന്താണെന്ന് അറിയാമോ? അരിക്കകത്ത് ഫൈറ്റിക് ആസിഡ് ആണ്. എന്താണ്? അരിയിൽ വരുന്ന ആസിഡ് എന്താണ്? ഫൈറ്റിക് ആസിഡ്. അരിയിൽ ഫൈറ്റിക് ആസിഡ്. പിന്നെ വരുന്ന മരിച്ചീനിയാണ് കേട്ടോ. മരിച്ചീനി പ്രൂസിക് ആസിഡ് ആണെന്ത്? മരിച്ചീനിക്കകത്ത് എന്താണ്? പ്രൂസിക് ആസിഡ്. മരിച്ചീനിയിൽ വരുന്ന ആസിഡ് ഏതാണ്? പ്രൂസിക് ആസിഡ്. സെറ്റ് അല്ലേ? പിന്നെ വരുന്നതാണ് നമ്മുടെ വെറ്റിലയിലെ ആസിഡ് ഏതാണെന്ന് അറിയാമോ? വെറ്റിലയ്ക്കകത്ത് വരുന്ന ആസിഡ് ഏതാണെന്ന് അറിയാമോ? അതാണ് കാറ്റാച്യൂണിക് ആസിഡ്. എന്താണ്? കാറ്റാച്യൂണിക് ആസിഡ്. വെറൈറ്റി അല്ലേ? അപ്പോൾ വെറ്റിലയ്ക്കകത്ത് വരുന്ന എന്താണ്? കാറ്റാച്യൂണിക് ആസിഡ്. വെറൈറ്റി അല്ലേ? ഓക്കെ. അപ്പോൾ കാറ്റാച്യൂണിക് ആസിഡ് വരുന്ന എന്തിനാണ്? വെറ്റിലയ്ക്കകത്താണ് കേട്ടോ. വെറ്റിലയ്ക്കകത്ത് കാറ്റാച്യൂണിക് ആസിഡ്. നമ്മൾ വെറ്റിലയ്ക്ക് ഇങ്ങനെ ചോങ് എന്ന് പറഞ്ഞ് ചവക്കയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കാറ്റാച്യൂണിക് ആസിഡ് എവിടെയാണ്? വെറ്റിലയിൽ വരുന്ന ആസിഡാണ് കാറ്റാച്യൂണിക് ആസിഡ്. സെറ്റാണേ. അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് മണ്ണ്. അപ്പൊ നമുക്കറിയാം മനുഷ്യന്മാരെല്ലാം മണ്ണാണ് അല്ലേ? മനുഷ്യന്മാർ മണ്ണാണെന്നൊക്കെ പറഞ്ഞ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? വേണ്ട. അവിടെ അപ്പോൾ മണ്ണിനകത്ത് വരുന്ന ആസിഡ് ചോദിച്ചാൽ അത് ഹ്യൂമിക് ആസിഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം മനുഷ്യൻ മണ്ണാവുന്നു അല്ലെ എന്നൊക്കെ ഏതൊക്കെ വലിയ കവിതകളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പോൾ മണ്ണിനകത്ത് വരുന്ന ആസിഡ് ചോദിച്ചാൽ മനുഷ്യൻ മണ്ണാവുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ഹ്യൂമിക് ആസിഡ്. ഹ്യൂമൻ ഫോർ മനുഷ്യൻ അല്ലേ? ഹ്യൂമൻ എന്ന് വെച്ചാൽ മനുഷ്യൻ മണ്ണാവുന്നു. മണ്ണിൽ വരുന്ന ആസിഡാണ് ഹ്യൂമിക് ആസിഡ്. ഹ്യൂമൻ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ മണ്ണിൽ വരുന്നത് ഹ്യൂമിക് ആസിഡ്. പിന്നെ വരുന്നതാണ് മൂത്രം, യൂറിനിൽ വരുന്നത് നമുക്കറിയാം യൂറിക് ആസിഡ് ആണ്. യൂറിനിൽ എന്താണ്? യൂറിക് ആസിഡ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോയിന്റിലോട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുക. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നേക്ക് ഡീപ് ബ്രീത്ത്. എല്ലാവരും കണ്ണടച്ചിരുന്നല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? പാലിൽ വരുന്ന ആസിഡ് എന്താണ്? എല്ലാവരും കണ്ണടച്ച് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക, ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ പാലിൽ വരുന്ന ആസിഡ് ഏതാണ്? നമുക്കറിയാം ലാക്റ്റിക് ആസിഡ്. മോരിൽ വരുന്ന ആസിഡ് ഏതാണ്? പറഞ്ഞേ. അത് എന്താണ്? അതും ലാക്റ്റിക് ആസിഡ് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പുളിയിൽ എന്താണ്? ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ വരുന്നത് ടാർട്ടാറിക് ആസിഡ്. പിന്നെ വിനാഗിരിയിൽ നമുക്കറിയാം അത് അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ എന്ത് ആസിഡാണ്? അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ. പിന്നെ നമുക്കറിയാം ചോക്ലേറ്റും അതുപോലെ തന്നെ എന്താണ്? ചോക്ലേറ്റിലും ചുവന്നുള്ളിയിലും വരുന്നത് ഓക്സാലിക് ആസിഡ്. ആപ്പിളിൽ എന്താണ്? മാലിക് ആസിഡ്. ആപ്പിളിൽ വരുന്നത് മാലിക് ആസിഡ്. പിന്നെ പറഞ്ഞ എന്താണ്? ഓറഞ്ചും ചെറുനാരങ്ങയും സിട്രിക് ആസിഡ്. നമുക്കറിയാം സിട്രിക് ആസിഡ് ആണ് ഓറഞ്ചിലും ചെറുനാരങ്ങയിലും വരുന്നത്. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ സോഡാജലത്തിൽ നമുക്കറിയാം കാർബോണിക് ആസിഡ്. സോഡാജലത്തിലെ കാർബോണിക് ആസിഡ്. പിന്നെ വരുന്ന എന്താണ്? ഉറുമ്പിന്റെ ദേഹത്ത് വരുന്ന എന്താണ്? നമ്മുടെ ഫോർമിക് ആസിഡ് ആണ് അല്ലേ? ഫോർമിക് ആസിഡ് വരുന്നത് ഉറുമ്പിന്റെ ദേഹത്താണ്. പിന്നെ വരുന്നത് എന്താണ്? ടാനിക് ആസിഡ് എവിടെയാണ്? ചായയിലൊക്കെ വരുന്നതാണ് നമ്മുടെ ടാനിക് ആസിഡ്. പ്രത്യേകിച്ച് തേയിലയിൽ വരുന്നതാണ് ടാനിക് ആസിഡ്. പിന്നെ വരുന്നത് എന്താണ്? കൊഴുപ്പിലൊക്കെ വരുന്ന എന്താണ്? എണ്ണയിലും കൊഴുപ്പിലും ഒക്കെ നമ്മുടെ സ്റ്റിയറിക് ആസിഡ് ആണല്ലേ? സ്റ്റിയറിക് ആസിഡ്, എണ്ണ, കൊഴുപ്പ്, സ്റ്റിയറിക് ആസിഡ്. ദഹനരസത്തിൽ വരുന്ന എന്താണ്? ദഹനരസത്തിൽ വരുന്നത് നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മാംസ്യം പ്രോട്ടീനിനകത്ത് വരുന്ന എന്താണ്? അമിനോ ആസിഡ്, മാംസ്യം, പ്രോട്ടീൻ. കൊഴുപ്പിനകത്ത് നമ്മൾ പറഞ്ഞു. പിന്നെ തേങ്ങയ്ക്കകത്ത് എന്താണ്? കാപ്രിക് ആസിഡ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? നമ്മുടെ അരിയിൽ വരുന്ന എന്താണ്? ഫൈറ്റിക് ആസിഡ്. പിന്നെ മരിച്ചിനി നമുക്കറിയാം പ്രൂസിക് ആസിഡ്. വെറ്റില നമ്മൾ ചവയ്ക്കുന്നു, അതുകൊണ്ട് തന്നെ കാറ്റാച്യൂണിക് ആസിഡ്. പിന്നെ വരുന്ന എന്താണ്? മനുഷ്യൻ മണ്ണാണ്. ഹ്യൂമിക് ആസിഡ് അല്ലേ? പിന്നെ വരുന്ന മൂത്രം, യൂറിനിൽ വരുന്നത് എന്താണ്? യൂറിക് ആസിഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ ആസിഡ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിൽ കൂടുതൽ ആസിഡുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഞാൻ ഈ എടുത്ത എഫേർട്ടിന് നിങ്ങൾ എന്തെങ്കിലും വില കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോഴേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ PSC പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയും ഷോർട്ടൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.